ഗൈസ്, വെൽക്കം ടു സൺഡേ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ, നമുക്കറിയാം, ന്യൂ ഇയർ ആശംസകൾ. നമുക്കറിയാം, നമ്മൾ ക്രിപ്റ്റോ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്ലി ക്ലോസ്, ഇയർ മറ്റേ വീക്ക്ലി ക്ലോസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് പോലെ തന്നെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും കൂടിയാണ് ഇയർലി ക്ലോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബുൾ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 ഇയർ സൈക്കിളായിട്ട് കാലങ്ങളോളം നമ്മൾ സംസാരിക്കുന്നൊരു വിഷയമാണ്. അതായത് ഒരു ഗ്രീൻ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ ഒരു ബിയർ മാർക്കറ്റ് റെഡ് സൈക്കിൾ ഒരു ഇയർലി ക്ലോസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം 2022 നമുക്ക് റെഡ് ക്ലോസ് ഉണ്ടായത്. അതിനുശേഷം 23, 24 ഗ്രീൻ ആയിരുന്നു, 25 കൂടി ഗ്രീനായി, 26 റെഡ് ക്ലോസ് സംഭവിക്കുക എന്നുള്ളതാണ് 4 ഇയർ സൈക്കിളിൻ്റെ കാലങ്ങളോളം തുടർന്നു പോയിരുന്ന ഒരു പാത്വേ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 22 റെഡിന് ശേഷം 23, 24 ഗ്രീൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബുൾ മാർക്കറ്റ് പീക്ക് 2025 ഉണ്ടാവുകയും അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോമോ വരികയും 2026 ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ബിയർ മാർക്കറ്റ് ടെൻഡൻസിലേക്ക് പോവുകയും അൾട്ടിമേറ്റ് ബിയർ മാർക്കറ്റിൻ്റെ ലോയിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളൊരു അടുത്ത ഒരു പ്രീ ഹാൾവിങ്ങിലേക്കും ഹാൾവിങ് ഇയറിലേക്കും ബുൾ മാർക്കറ്റ് ഇയറിലേക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, 93,500 ആയിരുന്നു ബേസ് ലെവൽ. ഈ വർഷം ഇയർലി ക്ലോസിൻ്റെ ബേസ്, അതായത് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് സംഭവിക്കേണ്ടത് നമ്മൾ തൊട്ടടുത്ത് നിന്നിരുന്നു. ഈ വർഷം നമ്മൾ വളരെയധികം ഡൗണിലേക്ക് പോയിരുന്നു, വളരെ ഹൈയിലേക്കും പോയിരുന്നു. BTC 124 ഓൾ ടൈം ഹൈ ഒക്കെ അടിച്ചിരുന്നു. BTC 124 അടിക്കുന്നതിന് മുമ്പ് ശേഷം BTC വീണ്ടും 90ലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവരും വലിയ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്റ്റേബിൾ എന്നാൽ സേഫർ അസറ്റ് എന്ന് പറഞ്ഞിരുന്ന ഗോൾഡും സിൽവറും കോപ്പറൊക്കെ അടിച്ച് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ വർഷത്തെ കാരണം. കമ്പയർ എന്തുകൊണ്ട് ബിറ്റ് കോയിനിലും ക്രിപ്റ്റോ ഓപ്ഷൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ശരിയാണ്, അതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷേ റിട്ടേൺസ് ഹെവി. എന്തുകൊണ്ടാണ് ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് മീൻസ് ചെയ്യേണ്ടെന്നല്ല, പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാലം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിട്ടേൺസ് കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആയിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു വർഷം നമുക്ക് നൽകിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോൾഡും സിൽവറും നൽകിയിരുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഹെവി ആയിരുന്നു കമ്പയർ ടു അതർ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം ഈ 25 ക്ലോസ് റെഡായ സ്ഥിതിക്ക് നമ്മൾ 4 ഇയർ സൈക്കിൾ ബ്രേക്കായോ എന്നുള്ള ചോദ്യമാണ് മെയിനായിട്ട് വരുന്നത്. അതായത് 4 ഇയർ സൈക്കിൾ ബ്രേക്കായി കഴിഞ്ഞാൽ അടുത്ത ഇയർ ബിയർ മാർക്കറ്റ് തന്നെയാണോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സൈക്കിൾ വരുന്നുണ്ടോ എന്നുള്ള ചോദ്യവും പലരുടെയിലും ഉണ്ട്. പലരും അങ്ങനെ എക്സ്പെക്റ്റേഷൻ നടത്തുന്നുണ്ട്, പ്രഡിക്ഷൻ നടത്തുന്നുണ്ട്. ഈവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2024 ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ടോപ്പിലെത്തും, അതിന് ശേഷം ഡൗൺ ആവും, ഒക്ടോബറിൽ ഡൗൺ ആവുമെന്ന് പറഞ്ഞ വൺ ഓഫ് ദി മെയിൻ ക്രിപ്റ്റോ പ്രഡിക്റ്റർ അദ്ദേഹം 2026 ക്രിപ്റ്റോ ഹെവി ആയിട്ട് കാണും. പക്ഷെ നമ്മൾ ഫോമോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയ ഒരു ബിയർ മാർക്കറ്റ് ടെൻഡൻസിയിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട്, ഡെത്ത് ക്രോസ് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. 15 വീക്കും 20 വീക്ക് EMAയും തമ്മിലുള്ള ക്രോസിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എപ്പോഴും ക്രോസ് ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ മാർക്കറ്റ് നല്ലോണം കുറച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൽ ഒരു ഫോമോ സൈക്കിൾ വരേണ്ടതും കൂടിയാണ്. ചിലപ്പോൾ ഇത്തരം ഫോമോ ന്യൂസുകൾ വന്ന് അതിലേക്കാണ് പോകുന്നതെന്ന് കരുതി ആൾക്കാരെ വീണ്ടും ബൈയിങ്ങിലേക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്ത് ഫോമോ സൈക്കിളിൻ്റെ അവിടുന്ന് അവർ ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് എടുത്ത് വീണ്ടും ഒരു ബിയർ ടെൻഡൻസി നോർമൽ സൈക്കിളിലേക്ക് പോകുന്നതും ആവാം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റായ ഘടകമാണ്. നമ്മൾ നിരന്തരം വാച്ച് ഔട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 10 ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോയിൽ വീണ്ടും ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ പതിയെ നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടൊരു ടെൻഡൻസി എന്ന് പറയുന്നത് മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ഉണ്ടാകുന്നു, 90ലേക്ക് പോകുന്നു, 80ലേക്ക് പോകുന്നു, 100ലേക്ക് പോകുന്നു, അങ്ങനെ ടെൻഡൻസി. പക്ഷെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മാർക്കറ്റ് സ്റ്റേബിൾ ഒരു 89, 88, 18 അങ്ങൊന്ന് പല അസറ്റുകളും പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വലിയ ചേഞ്ചസ് ക്രിപ്റ്റോ ബിറ്റ് കോയിനിലേക്ക് വരുന്നില്ല. കാരണം കൂടുതൽ ഫോക്കസ് ഗോൾഡും സിൽവറിലേക്ക് മാറുന്നു, കൂടുതൽ അസറ്റ് ട്രാൻസ്ഫർ അതിലേക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റേബിളായിട്ട് ബൈ ചെയ്തവർ ഹിറ്റ് ചെയ്തവർ അവിടെ തന്നെ ഒരു കീപ്പ് ചെയ്ത് പോകുന്ന ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്യൂച്ചർ ട്രേഡിന് പോസിബിളായ സമയം. നമുക്ക് എപ്പോഴും അറിയുന്ന പോലെ ഫ്യൂച്ചർ ട്രേഡിന് എപ്പോഴും ഒരു പോസിബിലിറ്റി ഓഫ് ടൈമിംഗ് ഉണ്ട്. നമ്മളെപ്പോഴും സുമാർ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഈ ഫ്യൂച്ചർ ട്രേഡിൻ്റെ ഗുണവും അത് തന്നെയാണ്. നമുക്കൊരു റിട്ടേൺസ് കിട്ടുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ബാക്കി എല്ലാ ജോബും ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് ഫ്യൂച്ചർ ട്രേഡിൽ ഇറങ്ങാം. അവിടെയാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവണം, പ്ലസ് സൈഡായിട്ട് ഒരു ബെസ്റ്റ് ടൈം വരുന്ന സമയത്ത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മാർക്കറ്റ് അത്തരം ബെസ്റ്റ് ആഴ്ചകളായിട്ട് തരുന്നുണ്ട്. അത് ഈവൻ ഒരു 1 to 2 months ഒക്കെ ചിലപ്പോൾ നിലനിന്ന് പോകും. ചിലപ്പോൾ അതിൻ്റെ ഒരു ടെൻഡൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൺസ് എ വീക്ക് ട്രേഡ്സും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡെയിലി ട്രേഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്. അതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സമയങ്ങളിൽ
ബിയർ മാർക്കറ്റ് ആയാലും ബുൾ മാർക്കറ്റ് ആയാൽ പോലും നമുക്ക് ബോത്ത് സൈഡ്സ് ട്രേഡ്സ് ഓണാക്കി സെറ്റപ്പ് ചെയ്യാവുന്ന ടെൻഡൻസിയും കൂടി മാർക്കറ്റ് കാണിക്കുന്നുള്ളത് കൊണ്ടും ട്രേഡ്സ് പ്രത്യേകിച്ച് ഫ്യൂച്ചർ ട്രേഡ്സ് എയിം ചെയ്യുന്നവർ പ്രത്യേകം മെൻഷൻ ചെയ്യണം, മെസ്സേജ് അയക്കണം. ഇനി അതേപോലെ സ്പോട്ടിൻ്റെ കാര്യം നമ്മൾ പുതുതായി ആഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു ടെൻഡൻസിയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. ശരിയാണ്, സൂപ്പർ സൈക്കിൾ വരും അല്ലെങ്കിൽ അടുത്ത ഇയറിൽ 10,000 അടിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ കറൻറ്റ് ഹോൾഡിംഗ് കോയിൻസിലേക്ക് റീ ആഡ് ചെയ്യുന്നില്ല എന്നുള്ള ടെൻഡൻസിയിലാണ്. വെന്നെവർ ഒരു ആൾട്ട് ബ്രേക്ക് ഔട്ട് ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ റീ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ സൈക്കിൾ നമ്മൾ ചെയ്യുന്നത്. ഇനിയും സൈക്കിൾസ് വരും, ഇനിയും അവസരങ്ങൾ വരും. അതുകൊണ്ട് ഈ സൈക്കിൾ അങ്ങനെ ചെയ്യാം. ഇനി ഞാൻ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, പൊതുവെ കുറേ ആൾക്കാർ മന്ത്ലി ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് സൈക്കിൾ, ഏത് സൈക്കിളായാലും മാർക്കറ്റ് കണ്ടീഷൻ ആയാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തീരിയം മാത്രമാണ്. കാരണം ഇത്തീരിയം സ്റ്റിൽ അണ്ടർ വാല്യൂഡ് ആണ്, അണ്ടർ ഫോക്കസ്ഡ് ആണ്. വിറ്റാലിക് ബ്യൂട്ടറൈൻ അടുത്ത വർഷത്തെ ഒരുപാട് പദ്ധതികൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദി ഗൈ, നിങ്ങൾ അങ്ങനെ ഒരു ഗൈ ആണ്, ഈ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഈ മാർക്കറ്റ് കണ്ടീഷൻ നോക്കാറില്ല, പക്ഷെ ഒരു ലോങ് ടേം എയിമർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ USDT സ്റ്റോക്ക് ഉണ്ട്, എനിക്കിപ്പം ബൈ ചെയ്തില്ലെങ്കിൽ എൻ്റെ ക്യാഷ് ഞാൻ ഭക്ഷണം കഴിച്ച് തീർക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ, ആ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് എത്തിയിലും മാത്രം ഫോക്കസ് ചെയ്യുക, വേറെ ഒന്നും കോയിനിൽ ഫോക്കസ് ചെയ്യേണ്ട. നമ്മുടെ 10x കോയിൻ അടക്കം നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇനി സെല്ലിങ് പോയിൻ്റ് മെയിൻറ്റെയിൻ. ഈവൻ ഏത് പോയിൻ്റ്, ഒന്നെങ്കിലും അത് ബിയർ ടെൻഡൻസിയിലേക്ക് പോയാൽ അവിടെയും സെല്ല്, അല്ലെങ്കിൽ നമ്മളെ ഒരു സ്പെസിഫിക് പോയിന്റിലേക്ക് സെല്ല്. ഇനി നമ്മൾ കുറച്ച് നാളത്തേക്ക് ബൈയിങ് ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ബൈയിങ് പീരീഡ് അല്ല ഇത്, സെല്ലിങ് പീരീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ സൂപ്പർ സൈക്കിൾ വന്നാൽ പോലും നമ്മൾ അവിടുന്ന് സെല്ലിങ് എന്നുള്ള പ്ലാനാണ്. എക്സെപ്റ്റ് ഇത്തീരിയം മാത്രമാണ് ഇനി ബൈയിങ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഒരു പുതിയൊരു ന്യൂ ഇയർ ഒന്നും കൂടി ആശംസിക്കുകയാണ്. നമുക്ക് ശരിക്കും 2026 4 ഇയർ സൈക്കിൾ ടെൻഡൻസിയിൽ ബിയർ ടെൻഡൻസിയാണ്. ബിയർ ആണെങ്കിലും നമുക്ക് ട്രേഡ്സ് ഓപ്പൺ ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ സോളൊക്കെ $7 കിട്ടിയ പോലെ ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു ലൈഫ് ടൈം, പല കോയിൻസും ലൈഫ് ടൈം ലോയിലും കിട്ടാനുള്ള സാധ്യതയുള്ളതാണ്. പക്ഷേ സൂപ്പർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയും മാർക്കറ്റിൽ എയറിലുണ്ട് എന്നുള്ള ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.